ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം വന്നിട്ടുള്ളത് ഒരു ബോട്ടിൻ്റെ പോയിന്റിലാണ്. അതായത് നമുക്ക് ഇവിടുന്ന് ഇനി വാട്ടരൂണ് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കണം. ജസ്റ്റ് അടുത്ത് മീൻസ് തൊട്ടപ്പുറത്തേക്ക് പുഴ ക്രോസ് ചെയ്താൽ മതി. അപ്പം ഇതാണ് അതിൻ്റെ റൂട്ട് മാപ്പ്, എവിടെയൊക്കെ ബോട്ട് നിർത്തുന്നത്, അതുപോലെ നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്. അപ്പം ബോട്ടിൻ്റെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ അടങ്ങിയ റൂട്ട് മാപ്പ് ഇവിടെയുണ്ട്. നമ്മൾ ഏതായാലും ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ജസ്റ്റ് 2 സ്റ്റോപ്പാണ്, പക്ഷേങ്കിൽ ബോട്ടിന് വേണ്ടി ഇനി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കുമ്പോഴേക്കും അവിടെ സ്റ്റാഫ് വന്ന് നമ്മളെ വിളിച്ചു, നമ്മുടെ ബോട്ടിൽ കയറാൻ വേണ്ടി വിളിച്ചു. പക്ഷെ ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അതിനകത്തേക്ക് കടത്തി വിട്ടു. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് കടത്തി വിട്ടു. നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്, ഇവിടെ അകത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ബോട്ട് എത്തിയില്ല. എനിക്ക് തോന്നുന്നു ബോട്ടിൻ്റെ ടൈമിങ്സ് ഉണ്ടാവും, കറക്റ്റ് ടൈമിന് അത് എത്തുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ അകത്തേട്ട് കയറ്റിയത്. അങ്ങനെ അവിടെ എത്തി 1-2 മിനിറ്റിനുള്ളിൽ ബോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പോകേണ്ട ബോട്ട്. 2 ഡക്കാണ്, അതായത് അപ്പർ ഡക്കും ഉണ്ട്, പിന്നെ നോർമൽ ലോവർ ഡക്കും ഉണ്ട്. നമ്മൾ നോക്കട്ടെ, നമുക്ക് കഴിഞ്ഞ് നമ്മൾ മുകളിൽ തന്നെ കയറാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ് വാട്ടരൂൺ. ഇത് ഒരു ബുദ്ധൻ്റെ ക്ഷേത്രമാണ്. നിറയെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പോട്ടും കൂടി പോകാൻ സെലക്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ പോയ ഗ്രാൻഡ് പാലസ്. ഇത് വളരെ അടുത്താണ്. പക്ഷെ നമുക്ക് ഈ പുഴ ക്രോസ് ചെയ്തിട്ടേ പോകാൻ കഴിയും. റോഡ് വഴിയാണെങ്കിൽ കുറേ ദൂരം കറങ്ങിയിട്ട് പോകണം. പലരും പല പ്രൈവറ്റ് ബോട്ടുകൾ നിങ്ങളുടെ അടുത്ത് വരും, ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി നല്ലത് നിങ്ങൾ തന്നെ ഈ ഒരു നോർമൽ ബോട്ട് എടുത്തിട്ട് ചെറിയ 30 രൂപ 40 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ഉള്ളൂ. പ്രൈവറ്റ് ബോട്ടിൽ അവർ പറയുന്നത് 1000 റുപ്പീസ് എന്നൊക്കെയാണ്. റുപ്പിയല്ല, തായ് ബാത്ത്. പക്ഷെ അവർ പറഞ്ഞ് വേറെ ഏതൊക്കെ സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന്. പക്ഷെ ഇത്രയും അടുത്ത് വാട്ടറിൽ പോകാൻ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോർമൽ ബോട്ടിൽ ക്രോസ് ചെയ്യാനേ ഉള്ളൂ. കാരണം അത്രയും വളരെ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടത്തേക്ക് എത്താൻ കഴിയും. ജസ്റ്റ് 2 സ്റ്റോപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്താൻ കഴിയും. അപ്പം നമ്മൾ ഏകദേശം അതിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം ബോട്ട് അടുക്കുന്നതോടെ തന്നെ ആളുകളൊക്കെ സീറ്റിൽ നിന്നൊക്കെ എണീച്ച് ഇറങ്ങാൻ വേണ്ടി മുന്നോട്ട് പോകാൻ തുടങ്ങി. കാരണം നമ്മളൊക്കെ സെക്കൻഡ് ഡെക്കിലാണുള്ളത്. പിന്നെ ബോട്ടിലെ സ്റ്റാഫുകളും വിളിക്കാൻ തുടങ്ങി വാട്ടറൂണിൽ. മീൻസ് അവിടെ ഇറങ്ങേണ്ട ആൾക്കാരോട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മളും താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ ബോട്ട് ഇറങ്ങി നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഒരാൾക്ക് ഇവിടെ വരുന്നത് 200 ബാത്താണ്. അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാഷ് ഓൺലി എന്നുള്ളത്. മേ ബി ഇവിടെ കാർഡും വേറെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ചോദിച്ചിട്ടുമില്ല. നമ്മളെ കയ്യിൽ ക്യാഷിലുണ്ട്, നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ ടിക്കറ്റ് എടുത്തു. അത്യാവശ്യം നല്ല വിശാലമായ സ്പേസ് ആണ്. കാരണം കുറേ ഒരു ഗാർഡൻ കൈൻഡ് ഓഫ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ആൾക്കാർ ഇവിടുത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഫോട്ടോസ് എടുക്കാൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ഈ ഗോപുരമാണ് കാണുന്നത്. ഇതിന് ഏകദേശം ഒരു 70 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നൊക്കെയാണ് നെറ്റിലൊക്കെ കാണുന്നത്. പക്ഷെ ഇത് ശരിക്കും നമ്മളെ എക്സൈറ്റിംഗ് ആക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. കണ്ടാൽ ശരിക്കും നമ്മളിങ്ങനെ നോക്കി നിന്നു. ഇപ്പം ഈ മാള് കാണിക്കുന്നത് നമുക്ക് ഇവരിവിടെ ഒരു വാട്ടറിൻ്റെ ബോട്ടിലും കൂടി തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയെന്ന്. ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ കുടിക്കാൻ ആവശ്യമായ വെള്ളം ഒരു ചെറിയൊരു ബോട്ടിൽ എല്ലാവർക്കും അവർ തരുന്നുണ്ട്. നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ ആൾക്കാരെ കൊണ്ട് കളിയാണ്. മെയിൻലി എല്ലാവരും ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഫോട്ടോസാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നമ്മളാരും ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ എങ്ങോട്ട് നോക്കിയാൽ അതാണ് മെയിനായിട്ട് കാണുന്നത്. നമ്മൾ കയറി വരുമ്പോൾ പല ഗൈഡും നമ്മളെ അടുത്തേക്ക് വന്നു. ഈ ഫോട്ടോഗ്രാഫേഴ്സും അതിൻ്റെ ആൾക്കാർ നമ്മളെ അടുത്തേക്ക് വന്നു ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എന്ത് വന്നാലും ഈ ഗോപുരം അടിപൊളി. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് അത്രയും ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. ഒരു ലെവലുണ്ട്. ആ ഒരു ലെവൽ വരെ നമുക്ക് കയറാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കയറാൻ കഴിയില്ല, അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ്. നമുക്ക് ഇതുവഴിയാണ് മേലേക്ക് കയറാൻ കഴിയുക. സ്റ്റെപ്പൊക്കെ കുറച്ച് കുത്തനെയാണ്. ഇത് കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ എത്ര ആൾക്കാരെന്നറിയാം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. എനിക്കൊന്ന് വേറെ ഒരു സ്പോട്ടിലും ഇത്രയും അധികം ആൾക്കാർ തായ് കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഇനി മുകളിലേക്ക് കയറുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ മേലെ നമ്മളിപ്പോൾ കയറി എത്തി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ ആരെയും കയറാൻ അവർ അലോ ചെയ്യുന്നില്ല. അവിടെ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ പഴക്കമുള്ളത് പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സെറാമിക് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയാം. അതായത് എന്തോ ഒരു ടൈപ്പ് ടൈൽ എന്നാണ് അത് ഇവിടെ പറയുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെയുള്ള കുറേ പോർഷൻ അലങ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കോർണറിൽ മാളവും പോയിട്ട് നിന്നിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഇതുവഴി തന്നെ നമുക്ക് ഇത് ചുറ്റി നടക്കാൻ കഴിയും. ഈ ഗോപുരത്തിന്റെ 4 സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഒരേപോലെയാണ് ഈ ഗോപുരം കാണാൻ വേണ്ടി. 4 സൈഡിലും ഇതിന്റെ മുകളിലേക്ക് കയറാൻ സ്റ്റെപ്സ് ഉണ്ട്.
നമ്മൾ ഈ കേരിയ സ്ഥലത്തൂടെ ഇതിനെ കംപ്ലീറ്റ് ചുറ്റി വരാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നതാണ്. എല്ലാ കോർണറും എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഗോപുരത്തിനൊക്കെ കറങ്ങി നടന്ന് താഴെ ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ പുറകിൽ ഒരു അമ്പലം കണ്ടു. ഇതാണ് ബുദ്ധന്റെ ടെമ്പിള്. നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധന്റെ ടെമ്പിൾ. കാരണം ഈ വാട്ടർ എന്നുള്ളതിൽ ഈ ഒരു ഗോപുരം, ഈ ഒരു ബുദ്ധന്റെ ടെമ്പിളാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിവിടെ ചെരുപ്പൊക്കെ പുറത്ത് വെക്കാനുള്ള സ്ഥലമുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ അകത്തേക്ക് കയറാന്ന് വിചാരിച്ചു. ഈ ടെമ്പിളിന്റെ അകത്ത് കയറി നോക്കുമ്പോണെങ്കിൽ നല്ലൊരു ബുദ്ധന്റെ വലിയ പ്രതിമയുണ്ട്. അതല്ലാതെ താഴെയും കുറച്ച് ചെറിയ ചെറിയ ബുദ്ധന്റെ പ്രതിമകളുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെയുള്ള എല്ലാ ടെമ്പിളുകളും. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. നേരത്തെ കയറിയ ഗ്രാൻഡ് പാലസിലൊക്കെ ഫോട്ടോ എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്തൂടെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പാണ് ഇവിടെ സൈഡിൽ ഒരാൾ ഇരുന്നിട്ട് നമുക്ക് കൈമിലൊരു നൂല്, ഇവിടുത്തെ ഒരു വിശ്വാസമായിരിക്കും, അതിങ്ങനെ കെട്ടിത്തരുന്നുണ്ടായിരുന്നു. അതിന് വേറെ പേയ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളും അവിടെ പോയി അയാൾ അത് കെട്ടിത്തന്നു. എന്താണെന്നും അറിയില്ല, എന്നാലും നമ്മളത് കെട്ടി. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് നടന്നു വരുമ്പോഴാണ് ഈ ഗോപുരത്തിന്റെ സൈഡിലായിട്ട് വേറൊരു ടെമ്പിൾ നമ്മൾ കണ്ടത്. ഓൾമോസ്റ്റ് പക്ഷെ വലിപ്പത്തിൽ കുറച്ച് ചെറുതാണ്. എനിക്ക് തോന്നുന്നു ഇതും ബുദ്ധന്റെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതുപോലെ കുറച്ച് ബുദ്ധന്റെ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിന്റെ പുറത്തിറങ്ങിയിട്ട് മാളു ഇപ്പൊ ആ നൂല് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു മാളുവിന്റെ ഡൗട്ട്. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ടെമ്പിളിൽ മണി കാണും, പക്ഷെ ഇവിടെ മണിയല്ല, അതിന് പകരം ഇതിന്റെ പേരെനിക്കറിയില്ല, നിങ്ങളേക്ക് വീഡിയോ കാണുന്ന സാധനം തന്നെ. അത് അടിക്കാനായിട്ട് ഒരു സ്റ്റിക്കും ഉണ്ടാവും. അത് വെച്ച് നമുക്ക് അതിൽ അടിക്കാൻ കഴിയും. ഇവിടെ പക്ഷെ സ്റ്റിക്ക് കാണുന്നില്ല. വേറെ സ്ഥലത്ത് നമ്മള് സ്റ്റിക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി നമ്മൾ പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഈ ടെമ്പിളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ ടെമ്പിളിന്റെ ടൈമിങ്സ് വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ആ സമയത്താണ് ഇവിടുത്തെ എൻട്രി ടൈം. അതുപോലെ ഇവിടെ സന്ധ്യയായി കഴിഞ്ഞാലും ഇതിന്റെ അകത്ത് കയറാൻ കഴിയില്ല. പക്ഷെ പുഴയുടെ അപ്പുറത്ത് ഇത് കാണാൻ നല്ല രസം ഉണ്ടാവുന്ന പല വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നമ്മൾ കണ്ടു. അതായത് ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ നല്ല രസമായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കയറി നോക്കുന്ന ഒരു സ്ഥലം കണ്ട് നമ്മളും കയറി നോക്കി. കുറച്ച് സ്റ്റെപ്പ് കയറി മേലേക്ക് പോകണം. ഒരു ഡോർ ഉണ്ട്, അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷേ സ്റ്റെപ്പ് കയറണം എന്ന് പറഞ്ഞ് മാളും ദൃശ്യം ഇതിന്റെ മേലേക്ക് കയറിയില്ല. അവർ താഴെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാനും സ്നേഹലും കൂടി അകത്ത് കയറി. ഒന്നുമില്ല, കയറി വാതിൽ തുറന്നു നോക്കുമ്പോൾ കണ്ടത് ആരുടെ കല്ലറയാണെന്ന് തോന്നുന്നു. അതുപോലെ ഉണ്ട് ഇത് കാണുമ്പോൾ. പിന്നെ ഇവിടെ എഴുതി വെച്ചൊന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരും കൊണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഇവിടെയുള്ള എല്ലാ കൺസ്ട്രക്ഷനും കുറച്ച് ഹൈറ്റ് കൂടുതൽ. ഇതിന്റെ അകത്ത് തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. എന്താണെന്നറിയില്ല, ഇവിടുത്തെ ഒരു സ്റ്റൈലായിരിക്കും. അങ്ങനെ നമ്മൾ അതും കണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ തന്നെ ഒരു കംപ്ലീറ്റ് മാപ്പ് ഉണ്ട്. നമ്മൾ ഈ വന്ന വാട്ടർ എന്ന സ്ഥലത്തിന്റെ കംപ്ലീറ്റ് ഏരിയ ഒരു മാപ്പിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സൈഡിൽ എന്തൊക്കെയാ ഉള്ളത്, ഹാള്, ഗോപുരം, ബുദ്ധന്റെ ടെമ്പിള്, അതൊക്കെ ഏതൊക്കെ കോർണറിലാണെന്ന് ഇവർ കംപ്ലീറ്റ് ഇവിടെ ഒരു മാപ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളീ മാപ്പ് കണ്ടത് ലാസ്റ്റ് ആണ്, തിരിച്ചിറങ്ങുന്ന സമയത്ത്. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ വലിയൊരു ഗാർഡൻ ഏരിയ പോലെ ഒരു ഏരിയ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പച്ചപ്പുല്ലൊക്കെ വെച്ച് നല്ല രീതിയിൽ അവർ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതായാലും തിരിച്ചിറങ്ങി ഇനി പുറത്തേക്ക് പോകുന്നതാണ്. ഈ ഗാർഡൻ ഏരിയയിലും കുറെ ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്, ചുമ്മാ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനടുത്ത് ഒരു ഐസ്ക്രീം കണ്ടിട്ട് മാളും അത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങി. അതായത് ഒരു പ്രത്യേക ഡിസൈനിൽ, ഒരു 3D ഡിസൈനിലുള്ള ഐസ്ക്രീം എന്ന് പറയാം. അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞത് 3D പോപ്പ് ഐസ്ക്രീം, അങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് വേറൊരു സെക്ഷനിൽ കുറച്ച് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ട് കയറാൻ കഴിയില്ല, നമ്മള് എക്സിറ്റിലേക്ക് എത്തി. അപ്പൊ നമ്മളിനി ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ ബാങ്കോക്കിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും വരേണ്ട ഒരു പ്ലേസ് ആണ് വാട്ടറിന്. വലിയൊരു എക്സ്പെൻസ് ഒന്നുമില്ല, ചെറിയ പൈസയെ കമ്പയർ ടു മറ്റേ ടെമ്പിളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു എക്സ്പെൻസ് ഇതിന് വേണ്ടിയിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചത് മാത്രമല്ല, ഇത് കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ആക്ച്വലി നമ്മൾ റിയൽ കാണുമ്പോൾ നല്ല രസമുള്ള ഒരു ടെമ്പിൾ ആണ്.
അപ്പൊ എല്ലാവരും എന്തായാലും വരുക. നമ്മളെ ബോട്ട് വന്ന് നേരെ നമുക്ക് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ നേരത്തെ വന്ന പോലെയല്ല, ബോട്ടൊക്കെ കാലിയായിരുന്നു, കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ബോട്ട് ഇറങ്ങി നമ്മൾ ഇക്കരെ എത്തി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ട്, രാവിലെ മുതലേ ഇറങ്ങി നടത്തവും കറക്കവും വെയിലൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ ഇനി ഒരു സ്ഥലം കൂടി നമുക്ക് പോകാനുണ്ട്, അത് റിക്ലൈനിങ് ബുദ്ധിയാണ്. അതും കൂടി കണ്ടിട്ട് നമ്മൾ റൂമിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത പാർട്ടിലിടാം.